So now let us do a design. Design a Sarda fault for the following data. Full supply discharge, upstream and downstream 40 cumex, full supply level upstream 218.3 meter and downstream 216.8 meter. Full supply depth upstream 1.8 meter and downstream also 1.8 meter. Bed width for both upstream and downstream 26 meter. Bed level at upstream is 216.5 meter and bed level at downstream is 215 meter and a drop of 1.5 meter. Design the floor on Bly's theory taking coefficient of creep equal to 8. Check the design by Kosla's theory and make changes if necessary. Safe exit gradient may be taken equal as 1/5. So question തന്നിട്ടുണ്ട് വായിച്ച് പാരാമീറ്റേഴ്സ് എല്ലാം തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. Now we will start the design. ഇവിടെ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് തന്നിരിക്കുന്ന എത്രയാണ്? Discharge equal to 40 cumex which is greater than 14 cumex. അപ്പോൾ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? Trapezoidal crest. You have to provide trapezoidal crest. Now step 1. ഇത് നിങ്ങൾ ആദ്യം എഴുതിയില്ലെങ്കിൽ ക്രെസ്റ്റ് ഡിസൈൻ്റെ അവിടെ കൊടുത്താലും മതി, ഡിസൈൻ ഓഫ് ക്രെസ്റ്റിന്റെ അവിടെ കണ്ടുപിടിച്ചാലും മതി എന്ത് ഷേപ്പാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ആദ്യമേ ഞാനൊന്ന് എഴുതിയതേ ഉള്ളൂ. സ്റ്റെപ്പ് 1 is calculation of H and D. H and D യും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം എന്തായാലും നമ്മൾ ഷേപ്പ് അറിയണം, അതനുസരിച്ച് വേണം ഡിസ്ചാർജ് ഇക്വേഷൻ എടുക്കാൻ. So trapezoidal crest ആണെങ്കിൽ Q is equal to 1.99 LH raised to 3/2 H by B raised to 1/6. H plus D എന്ന് പറയുന്ന വാല്യൂ is equal to D plus drop in water level, that is depth തന്നിട്ടുണ്ട് 1.8 plus drop in water level. Drop in water level എന്ന് പറയുന്നതാണ് HL, that is upstream FSL minus downstream FSL. ഈ drop in water level എന്ന് പറയുന്നതാണ് HL which is equal to upstream FSL minus downstream FSL. So ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? H plus D, capital H plus small d is equal to capital D plus drop in water level. Capital D എന്ന് പറയുന്നത് upstreamൽ വരുന്ന water depth, that is 1.8. ഈ drop in water level എന്ന് പറഞ്ഞാൽ upstreamന്റെയും downstreamന്റെയും FSL തമ്മിലുള്ള ഡിഫറൻസ്, that is HL. 218.3 minus 216.8. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ you will get as 3.3 meter. 3.3 meter. B is given by 0.55 root of H plus D. എത്ര വരും? 0.55 into root of 3.3. That is 0.999. അപ്പോൾ നമ്മൾ 1 meter. 1 meter. ഇനി ബെഡ് വിഡ്ത്ത് തന്നെയാണ് ലെങ്ത് ഓഫ് ക്രെസ്റ്റ്. നമ്മൾ പറഞ്ഞു യൂഷ്വലി ലെങ്ത് ഓഫ് ക്രെസ്റ്റ് ബെഡ് വിഡ്ത്ത് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ലെങ്ത് ഓഫ് ക്രെസ്റ്റ് ഈക്വൽ ടു ബെഡ് വിഡ്ത്ത് is equal to 26 meter. ലെങ്ത് ഓഫ് ക്രെസ്റ്റും ബെഡ് വിഡ്ത്തും ഈക്വൽ ആണ് 26 meter. അങ്ങനെയെങ്കിൽ നമുക്കിപ്പം ഡിസ്ചാർജ് ഇക്വേഷനിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിസ്ചാർജ് ഇക്വേഷൻ എങ്ങനെ വരും? ഡിസ്ചാർജ് 40 is equal to 1.99 into L എന്ന് പറയുന്നത് ബെഡ് വിഡ്ത്ത് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, that is 26 into H raised to, ഇവിടെ H raised to 3/2 ഉണ്ട്, ഇവിടെ H raised to 1/6 ഉണ്ട്. അപ്പോൾ അത് മൊത്തം കൂടെ H നെ ഒറ്റ ടേം ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? H raised to 5/6.
ബി വാല്യൂ 1 ആണെന്ന് നമ്മൾ കൊടുക്കുന്നത് കണ്ടുപിടിച്ചു. സോ ഡിവൈഡഡ് ബൈ h raised to 5/6 അല്ല സോറി h raised to 5/3 ഡിവൈഡഡ് ബൈ 1 raised to 1/6. നമ്മൾ ബി കൊടുക്കുന്ന 1 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ h മാത്രമായിരിക്കും അൺനോൺ. 40 is equal to 1.99 into 26 into h raised to 5/3 by 1 raised to 1/6. If you solve this equation, you will get the value of h as 0.857 meter. And നമ്മൾ 0.86 meter ആയിട്ട് എഴുതുന്നു. h value 0.86 meter. ഇനി h plus d 3.3 meter ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ d എത്രയായിരിക്കും? 3.3 minus 0.86 എത്ര വരും? 2.44 meter. ഇനി height of crest above bed, small h is equal to capital D minus h. Height of crest above bed, small h is equal to capital D minus h, that is 1.8 minus 0.86. Calculate better. 0.94 meter. 0.94 meter. So നമ്മൾ h ഉം d ഉം കണ്ടുപിടിച്ചു. അതായത് നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഡിസ്ചാർജ് വെച്ച് ക്രസ്റ്റിന്റെ ഷേപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ 40 ക്യൂമെക്സ് ആയിരുന്നു, അത് ഗ്രേറ്റർ ദാൻ 14 ക്യൂമെക്സ് ആയതുകൊണ്ട് വി നീഡ് ടു പ്രൊവൈഡ് ട്രപ്പീസോയിഡൽ ക്രസ്റ്റ്. ഇനി h d u ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്നത്. ട്രപ്പീസോയിഡൽ ക്രസ്റ്റ് ആകുമ്പോൾ ഡിസ്ചാർജ് ഇക്വേഷൻ എത്രയാണ്? q is equal to 1.99 L h raised to 3/2 into h by b raised to 1/6. ഇനി capital H plus small d എന്ന് പറയുന്നത് is equal to d plus drop in water level, that is capital D plus HL. ഈ capital D എന്ന് പറയുന്നത് അപ്സ്ട്രീമിലെ വാട്ടർ ഡെപ്തും ഡ്രോപ്പ് ഇൻ വാട്ടർ ലെവൽ HL എന്ന് പറയുന്നത് രണ്ട് FSL തമ്മിലുള്ള ഡിഫറൻസ്, അതായത് അപ്സ്ട്രീം FSL മൈനസ് ഡൗൺ സ്ട്രീം FSL. അപ്പൊ നമുക്ക് h plus d എന്നുള്ള വാല്യൂ കിട്ടും. h plus d എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ക്രസ്റ്റിന്റെ ടോപ്പ് വിഡ്ത് കണ്ടുപിടിക്കാം. And for trapezoidal crest, top width B is given by the formula 0.55 root of h plus d. h plus d എന്നുള്ള വാല്യൂ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, you will get B as 0.999 meter. So നമ്മൾ അതിനെ 1 meter ആയിട്ട് കൊടുക്കും. So ക്രസ്റ്റിന്റെ ടോപ്പ് വിഡ്ത് 1 meter കൊടുക്കും. ഇനി ലെങ്ത് ഓഫ് ക്രസ്റ്റ് എന്ന് പറയുന്നത് ബെഡ് വിഡ്ത് ആയിട്ട് തന്നെയാണ് എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. So length of crest equal to bed width, which is given in the question as 26 meter. Upstream downstream 26 meter ആണ് bed width. അത് തന്നെ നമ്മൾ ക്രസ്റ്റിന്റെ ലെങ്ത് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ട്രപ്പീസോയിഡൽ ക്രസ്റ്റിന്റെ ക്യൂവിന്റെ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ക്രസ്റ്റും കിട്ടി, ബിയും കിട്ടി, അവിടെ h മാത്രമാണ് അൺനോൺ. So substitute all the values in the discharge equation and calculate h. Calculate capital H. So 40 is equal to 1.99 into 26 into h raised to 5/3 by 1 raised to 1/6. Solve the equation, you will get the value of capital H as 0.857 meter, that is 0.86 meter. 0.86 meter. So capital H is 0.86 meter. അപ്പോൾ h plus d വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ഇപ്പോൾ h വാല്യൂ കിട്ടി, ഇനി നമുക്ക് സ്മോൾ d കണ്ടുപിടിക്കാം. h plus d 3.3 ആയിരുന്നു, h വാല്യൂ 0.86 കിട്ടി, അപ്പോൾ d എത്രയായിരിക്കും? 3.3 minus 0.86, അതായത് h plus d minus h 2.44 meter എന്ന് കിട്ടി, d യും കിട്ടി. ഇനി height of crest above bed is given by small h is equal to capital D minus capital H. That is 1.8 minus 0.86, which is equal to 0.94 meter. So now we have found out. അപ്പോൾ നമ്മൾ x ന്റെ d യുടെ കാൽക്കുലേഷൻ കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു.
Now step 2, design of crest. Crest in the design. Step 2, design of crest. നമ്മൾ ആദ്യമേ പറഞ്ഞു ഡിസ്ചാർജ് ഗ്രേറ്റർ ദാൻ 14 ക്യൂമെക്സ് ആയതുകൊണ്ട് വി ആർ അഡോപ്റ്റിംഗ് എ ട്രപ്പീസോയിഡൽ ക്രസ്റ്റ്. ട്രപ്പീസോയിഡൽ ക്രസ്റ്റ് ആണ്. ട്രപ്പീസോയിഡൽ ക്രസ്റ്റ് ബാറ്റർ പ്രൊവൈഡ് ചെയ്യണം. ഡൗൺ സ്ട്രീം ബാറ്റർ എത്രയാ? 1:3. അപ്സ്ട്രീം ബാറ്റർ 1:8. ട്രോപ്പിക്കോൾ ക്രസ്റ്റ് ആണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഡിസ്ചാർജ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഡിസ്ചാർജ് തന്നിരുന്നത് 40 ക്യൂമെക്സ് എന്നായിരുന്നു. അപ്പോ സോറി, ബാറ്റർ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഡൗൺ സ്ട്രീമിൽ 1:8 ഉം അപ്സ്ട്രീമിൽ 1:3. ഡൗൺ സ്ട്രീം ബാറ്റർ 1:8 ഉം അപ്സ്ട്രീം ബാറ്റർ 1:3. ഇനി we are assuming കനാലിനെ ട്രപ്പീസോയിഡൽ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ കനാൽ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടായിരുന്നു കെനഡി തിയറി, ലേസീസ് തിയറിയിലൊക്കെ നമ്മൾ കനാലിനെ ട്രപ്പീസോയിഡൽ ആയിട്ടായിരുന്നു ഡിസൈൻ ചെയ്തത്. സോ ഹിയർ ഓൾസോ we are assuming canal side slope to be 1:1. Assuming canal side slope 1:1, നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കണം. വെലോസിറ്റി ഓഫ് അപ്രോച്ച് VA is equal to Q/A. കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നിന്നും വെലോസിറ്റി ഓഫ് അപ്രോച്ച് അതിലോട്ട് വരുന്ന വാട്ടറിന്റെ വെലോസിറ്റി നിങ്ങൾ എഫ്എമ്മില് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വിയറിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് VA is equal to Q/A. Q is 40. A എങ്ങനെ കണ്ടുപിടിക്കും? B plus ZY into Y. That is 26 plus 1.8 into 1. 1 എന്ന് പറയുന്ന Z വാല്യൂ, 1.8 എന്ന് പറയുന്ന ഡെപ്ത് Y into 1.8. B plus ZY into Y. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ you will get 0.799. അതിനെ 0.8 meter per second എന്ന് എടുത്തു. വെലോസിറ്റി ഓഫ് അപ്രോച്ച് 0.8 meter per second. ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടി കഴിഞ്ഞാൽ വെലോസിറ്റി ഹെഡ് കണ്ടുപിടിക്കാം. വെലോസിറ്റി ഹെഡ് is equal to VA square by 2G. Velocity head is given by VA square by 2G, that is 0.8 square by 2 into 9.81. എത്ര വരും? 0.033 meter. 0.033 meter. അപ്പോൾ വെലോസിറ്റി ഹെഡ് കിട്ടി 0.033 meter. Now നമ്മൾ അക്വഡക്റ്റിന്റെ ഡിസൈനിലും ടോട്ടൽ എനർജി ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? FSL അറിയാമെങ്കിൽ FSLന്റെ കൂടെ വെലോസിറ്റി ഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോഴായിരുന്നു ടോട്ടൽ എനർജി ലൈൻ കിട്ടിയത്. സോ അപ്സ്ട്രീം TEL is equal to upstream FSL or HFL, upstream FSL plus PA square by 2G. upstream FSL ന്റെ കൂടെ VA square by 2G കൂടെ ആഡ് ചെയ്യുമ്പോൾ you will get upstream TEL, that is 218.3 plus 0.033. എത്ര വരുന്നു? 218.333 meter. meter. Now RL of top of crest. RL
RL of top of crest is upstream FSL minus H. That is 218.3 minus 218.3 minus 0.86. 218.3 minus 0.86, which is 217.44 meter. 217.44 meter. So RL of top of crest is given by upstream FSL minus H. നമുക്ക് 217.44 meter എന്ന് കിട്ടി. ഇനി total loss in energy. Total loss in energy. അതാണ് ഫിഗറിൽ E എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നത്. Which is given by upstream TEL minus RL of top of crest. Upstream TEL minus RL of top of crest. എത്ര വരും? Upstream TEL value 218.333 minus RL of top of crest, that is 217.44. 217.44. എത്ര വരും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ? 0.893 meter. 0.893 meter. 0.893 meter. So second step, design of crest ആയിരുന്നു. Discharge 40 cumecs which is greater than 14 cumecs. So we are providing trapezoidal crest. Trapezoidal crest provide ചെയ്യുമ്പോൾ downstream batterum upstream batterum നോക്കണം. Downstream batter 1:8, upstream batter 1:3. Then you are assuming canal നമ്മൾ കനാൽ ഡിസൈൻ ചെയ്യുന്നത് ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷൻ ആയിട്ടാണ് കനാൽ ഡിസൈൻ ചെയ്യുന്നത്. അതിന്റെ സൈഡ് സ്ലോപ്പ് 1:1. അതിന്റെ സൈഡ് സ്ലോപ്പ് 1:1 ആണെങ്കിൽ നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കണം. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അപ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ VA into A is equal to Q, where Q is the discharge, VA is the velocity of approach and A is the wetted area or area of cross section. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് Q by A എന്ന് പറയുമ്പോൾ ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷന്റെ ഫോർമുല യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് B plus dy into B plus zy into y. A എന്ന് പറയുന്നത് B plus zy into y. ഈ z വാല്യൂ എന്ന് പറയുന്നത് 1, y is 1.8 and B is 26. അപ്പോൾ B plus zy into y വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് Q അറിയാം, A അറിയാം, BA കണ്ടുപിടിക്കാം. BA കണ്ടുപിടിച്ച് യൂസിങ് Q by A. അത് വെച്ചിട്ട് വെലോസിറ്റി ഹെഡ് കണ്ടുപിടിക്കുന്നു VA square by 2g. We are finding out velocity head VA square by 2g, which is equal to 0.8 square by 2 into 9.81. ഇനി upstream TEL is equal to upstream FSL plus VA square by 2g. നമ്മൾ അക്യുറേറ്റ്ലി ഇതേപോലെയായിരുന്നു ചെയ്തത്. FSL ന്റെ കൂടെ വെലോസിറ്റി ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എനർജി ലെവൽ കിട്ടുന്നത്. സോ TEL upstream TEL കണ്ടുപിടിച്ചു, which is upstream FSL plus VA square by 2g. 218.3 plus 0.033. അത് കഴിഞ്ഞ് RL of top of crest അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? upstream FSL minus capital H. നമുക്ക് RL of top of crest 217.44 meter എന്ന് കിട്ടും. Then we are finding out total loss in energy. Total loss in energy ആണ് capital E എന്ന ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, which is given by upstream TEL minus RL of top of crest. Upstream TEL minus RL of top of crest. That is 218.333 minus 217.44. 0.893 meter. 0.893 meter. Step 3, design of system.
Step 3 എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് സിസ്റ്റം. സിസ്റ്റമിനകത്ത് ലെങ്ത്തും ഡെപ്തും ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ length of cistern LC is computed using the formula 5 times EHL raised to 1 by 2. എത്ര വരും? 5 into 0.893. HL എന്ന് പറയുന്നത് upstream FSL minus downstream FSL. 218.3 minus 216.8 the whole raised to 1 by 2. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5.79 മീറ്റർ. 5.79 meter. Now, depth of cistern small x is given by 1 by 4 E HL raised to 2 by 3. 1 by 4 into 0.893 into 218.3 minus 216.8 the whole raised to 2 by 3. അപ്പോൾ നമുക്ക് 0.304 മീറ്റർ. 0.304 മീറ്റർ. ഇവിടെ ലെങ്ത് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ 5.79 മീറ്റർ എന്ന് കിട്ടി. സോ വിൽ പ്രൊവൈഡ് 6 meter length for cistern. Cistern 6 meter length ആണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 5.79 കിട്ടി, നമ്മൾ 6 meter പ്രൊവൈഡ് ചെയ്യുന്നു. Now, RL of bed of cistern. Cisternന്റെ ബെഡിന്റെ RL എന്ന് പറയുന്നത് downstream bed minus x. RL of downstream bed minus x, that is 215 minus x എന്ന് പറയുന്ന വാല്യൂ ആണ് depth of cistern 0.304. That is calculate ചെയ്യുമ്പോൾ you will get 214.696 meter. 214.696 meter. So RL of bed of cistern 214.696 meter എന്ന് കിട്ടും. Now RL of bed of cistern 214.696 meter. അപ്പോൾ നമ്മൾ ഇത്ര ഉണ്ടെങ്കിലും we are keeping cistern at RL 214.69 meter. So keep cistern at RL 214.69 meter. അപ്പോൾ സിസ്റ്ററിന്റെ റെഡ്യൂസ് ലെവൽ നമ്മൾ 214.69 ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ RL 214.69 ആക്കുവാണെങ്കിൽ x എത്ര വരും? x will be 214.696 കിട്ടി, നമ്മൾ 214.69 ആക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ x കണ്ടുപിടിക്കണം. x will be 215 minus 214.69, that is 0.31 meter. 0.31 meter. ഇനി length of crest will be RL of top of crest minus RL of bed of cistern. RL of top of crest minus RL of top of crest minus RL of bed of cistern. RL of top of crest minus RL of bed of cistern. എത്ര വരും? 217.44. RL of top of crest is 217.44 minus RL of bed of cistern 214.69. എത്ര വരും?
2.75 meter. 2.75 meter. Bottom width B dash is equal to 1 plus 2.75 by 3 plus 2.75 by 8. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. Bottom width B dash is calculated using 1 plus 2.75 by 3 plus 2.75 by 8. 2.75 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ക്രെസ്റ്റ് ആണ്. 1 plus 2.75 by 3 plus 2.75 by 8 എത്ര വരും? 2.26 meter. Provide അത്രേ ഉള്ളതുകൊണ്ട് we are providing bottom width 2.4 meter. So step 3 ൽ എന്താണ്? Design of cistern. എന്തൊക്കെ കണ്ടുപിടിച്ചു? Length of cistern LC കണ്ടുപിടിച്ചു. 5 times EHL raised to 1/2. HL എന്ന് പറയുന്നത് difference in level between upstream FSL and downstream FSL. 218.3 minus 216.8. E എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എനർജി ലോസ് കണ്ടുപിടിച്ചു. 5 times EHL raised to half. 5 into 0.893 into 218.3 minus 216.8 raised to half. 5.79 meter എന്ന് കിട്ടി. Depth of cistern x is equal to 1/4 EHL raised to 2/3. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.304 meter എന്ന് കിട്ടും. നമുക്ക് 5.79 meter ആണ് സിസ്റ്റർ ലെങ്ത് കിട്ടിയത്. അപ്പോൾ അത്രയും പ്രൊവൈഡ് ചെയ്യണം. വി ആർ പ്രൊവൈഡിങ് 6 meter ലെങ്ത് ഫോർ സിസ്റ്റർ. ഇനി RL ഓഫ് ബെഡ് ഓഫ് സിസ്റ്റർ. സിസ്റ്ററിന്റെ ബെഡ് ലെവൽ ആണ് കണ്ടുപിടിക്കുന്നത്, which is found out using the formula RL of downstream bed minus X. That is 215 minus 0.304. 214.696 meter എന്ന് കിട്ടും. നമ്മൾ കൊടുക്കുന്ന RL, നമ്മൾ ബെഡ് സിസ്റ്ററിന്റെ ബെഡ് പ്രൊവൈഡ് ചെയ്യുന്ന RL, ബെഡ് ഏത് RL ആയിരിക്കും കൊടുക്കുക? 214.69 കൊടുക്കും. അപ്പോൾ നമുക്ക് 214.696 കിട്ടിയെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 214.69 ആണ്. ആ ലെവലിലായിരിക്കും ബെഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ വീണ്ടും X കണ്ടുപിടിക്കണം. അപ്പോൾ X എത്ര വരും? RL of downstream bed minus RL of bed of cistern. That is 215 meter minus 214.69 meter, which is equal to 0.31 meter. Then length of crest. Length of crest is equal to RL of top of crest minus RL of bed of cistern. ക്രെസ്റ്റിന്റെ ടോപ്പിൽ നിന്നും സിസ്റ്ററിന്റെ ബെഡ് ലെവൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ക്രെസ്റ്റ് കിട്ടും, which is 217.44 minus 214.69, 2.75 meter. ഇനി നമുക്ക് ബോട്ടം വിഡ്ത്ത് കണ്ടുപിടിക്കണം. ബോട്ടം വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കും? 1 plus 2.75 by 3 plus 2.75 by 8. ഈ 2.75 ആണ് ലെങ്ത് ഓഫ് ക്രെസ്റ്റ്. 2.26 meter എന്ന് കിട്ടും. അപ്പോൾ 2.26 meter എന്തായാലും പ്രൊവൈഡ് ചെയ്യണം. വി ആർ പ്രൊവൈഡിങ് bottom width of 2.4 meter.